ഞാനിന്ന് പറയാൻ ആഗ്രഹിച്ചതും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 27-ാം സങ്കീർത്തനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം ദാവീദ് എങ്ങനത്തെ ശരിക്കുമായ നമ്മുടെ ജീവിതയാത്രയെ സൂചിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ നമ്മളാരും ഒരു എന്താ ഒരു വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് ഒരു കുടുംബത്തിൽ ജനിച്ചവരൊന്നുമല്ല നമ്മളൊക്കെ വളരെ സാധാരണമായ കുടുംബത്തിൽ ജനിച്ച് വളരെയധികം കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗം വരെ എത്തി നിൽക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ. അപ്പം ദാവീദിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു ഇടയ ബാലൻ അതായത് നമുക്ക് ഒരു സന്ദർഭത്തിൽ പുരോഹിതൻ ഇസ്രായേലിൻ്റെ ഭാവി രാജാവിനെ തിരക്കി വരുമ്പോൾ തൻ്റെ സ്വന്തം മകനെ പോലും അപ്പൻ മറന്നുപോയ സന്ദർഭം. അതായത് എത്ര മക്കളെ എല്ലാവരെയും വിളിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ, ഇനിയുള്ള ഒരുത്തനുണ്ട്, പക്ഷെ അവൻ തീരെ ചെറിയ പൈതല, അവന് ആടിനെ മേയ്ക്കാൻ പോയി. അപ്പം അപ്പൻ പോലും ആ ഒരു സമയത്ത് ദാവീദിനെ മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് അവനെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ദാവീദിനെ കാണുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം ദാവീദിനെ ഇസ്രായേലിൻ്റെ ഭാവി രാജാവായിട്ട് തൈലാഭിഷേകം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ജീവിതത്തിലുടനീളം അപ്പം ആ ഒരു ചെറിയ ആട്ടിടയൻ്റെ ആ സ്ഥാനത്ത് നിന്നും ഉയർന്ന് ഇസ്രായേലിൻ്റെ രാജാവായി, അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായി കഴിഞ്ഞിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇസ്രായേലിൻ്റെ രാജാവായി എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ ഒരു രാജാവിൻ്റെ സുഖങ്ങളൊന്നും ഒരുപാട് കാലം അനുഭവിക്കാൻ സാധിക്കാതെ ഒരു വലിയ മനുഷ്യനായിരുന്നെങ്കിൽ പോലും നമ്മളെപ്പോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരികയും അതിനൊക്കെ എതിരായി പോരാടുകയും, പക്ഷേ ജീവിത അവസാനത്തിൽ ദൈവത്തിൻ്റെ ഒരു നല്ല പോരാളിയായിട്ട് മരിക്കുവാൻ ദാവീദിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇനിയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും വന്നു പോകുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് അറിവില്ലാതെയോ ഓരോരുത്തർ പറഞ്ഞായാലും ഒക്കെ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും നമ്മൾ ഇപ്പം ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ പോലും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ കേൾക്കാൻ ദാവീദിന് ഇടയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി അല്ലാതെ പാപം ചെയ്ത് കടന്നുപോയ മനുഷ്യനാണ് ദാവീദ്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവസാനം എത്രയൊക്കെ പാപം ചെയ്തെന്ന് പറഞ്ഞാലും അതിലൊക്കെ അനുതപിച്ച്, എന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രമാത്രം പാപം ചെയ്താലും ദൈവത്തോട് അനുതപിച്ചാൽ മതി എന്നുള്ളതല്ല. പക്ഷേ അറിയാതെ വന്നുപോയ പാപമാണ് എങ്കിൽ പോലും ജീവിതത്തിൽ പാപം വന്നു കഴിയുമ്പോൾ ദൈവത്തോട് അനുതപിച്ച് അവസാനം ദൈവത്തിന് നല്ലൊരു പോരാളിയായിട്ട് മാറുന്ന ദാവീദിൻ്റെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിരിക്കുന്ന 1 ശമൂവേൽ അതിൻ്റെ 21 തൊട്ട് 22-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതായത് സന്ദർഭം ചുരുക്കി പറയാം. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി കഴിഞ്ഞു എങ്കിൽ പോലും ശൗലിനെ ഭയന്ന് ദാവീദ് ഒളിച്ചു നടക്കുന്ന സന്ദർഭം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒളിച്ചു നടക്കുന്ന ഒരു സമയത്ത് അഹീമേലെക്ക് നോബിലെ 21-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് നോബിലെ പുരോഹിതനായ അഹീമേലെക്കിൻ്റെ അടുക്കൽ ചെന്ന് അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ അപ്പം ഇങ്ങനെ അഹീമേലെക്ക് എന്ന് പറയുന്ന പുരോഹിതൻ്റെ അടുക്കൽ ഒളിച്ച് ദാവീദും സംഘവും ചെല്ലുന്ന ഒരു രംഗം നമ്മളുടെ പ്രൊമിയോനിൽ വായിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കുവാൻ യോഗ്യതയുള്ളതായ കാഴ്ചയപ്പം നിന്നെ മക്കൾക്ക് നൽകി എന്ന് പറയുന്നത് നമ്മൾ പുരോഹിതൻ പ്രൊമിയോനിൽ വായിക്കാറുണ്ട്. അപ്പം ആ സന്ദർഭമാണിത്. അതായത് അവിടെ ഉണ്ടായിരുന്ന വിശന്ന് വലഞ്ഞു വന്ന ദാവീദിനും കൂട്ടർക്കും അവിടുത്തെ അഹീമേലെക്ക് എന്ന് പറയുന്ന പുരോഹിതൻ കാഴ്ചയപ്പം നൽകുകയും അങ്ങനെ അവരുടെ വിശപ്പ് മാറ്റുകയും ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഗോലിയാത്തിനെ കൊന്ന ആ വാള് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അഹീമേലെക്ക് ദാവീദിന് ആ വാള് കൊടുക്കുന്ന ഒരു സന്ദർഭം കാണുന്നുണ്ട്. പിന്നീട് നമ്മളിങ്ങനെ വായിച്ച് 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ദാവീദിനെ കണ്ടിട്ട് ദാവീദിനെ ഒറ്റ കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ശൗൽ 22-9 1 ശമൂവേൽ 22-9
അപ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഏദോമ്യനായ ദോവേഗ് നോബിൽ അഹീതൂബിൻ്റെ മകനായ അഹീമലേക്കിൻ്റെ അടുക്കൽ ഇഷായുടെ മകനായ ദാവീദ് വന്നത് ഞാൻ കണ്ടു. അപ്പം ശരിക്കും ദാവീദിനെ ശൗലിൻ്റെ അടുക്കൽ ഈ വ്യക്തി ഒറ്റി കൊടുക്കുകയാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒറ്റി കൊടുക്കലിന് വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് നമ്മൾ ആ 21-ാം അധ്യായം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദാവീദിന് പുരോഹിതൻ ആഹാരം കൊടുത്തു, അതുപോലെ തന്നെ ദാവീദിന് പുരോഹിതൻ ആയുധം കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ ഇയാൾ ഒരു പടി മുന്നേ ഒരു ഡോസ് കൂടുതൽ, നമ്മൾ പറയില്ല എപ്പോഴും നമ്മൾ ഈ കുശുമ്പും കുന്നായ്മയും പറയുന്ന ഒരു ഡോസ് കൂടുതലായിരിക്കും അറിയുന്നത്. സോ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അവന് വേണ്ടി യഹോവയോട് അരുളപ്പാടും ചോദിച്ചു. അഹിമേലേക്ക് ദാവീദിന് വേണ്ടി യഹോവയുടെ അരുളപ്പാടും ചോദിച്ചു. പക്ഷെ അങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. അവന് ഭക്ഷണവും ഫെലിസ്ത്യനായ ഗോലിയാത്തിൻ്റെ വാളും കൊടുത്തു. അപ്പം ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് അവൻ ആഡ് ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞു, അവന് വേണ്ടി യഹോവയുടെ അരുളപ്പാടും ചോദിച്ചു. അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സാൽ അറിയാത്തൊരു കാര്യം ആയിരിക്കും, പക്ഷേ നമ്മളെക്കുറിച്ച് ഒരു പടി മുന്നേ അറിയാൻ, ഒരു ഡോസ് കൂടുതൽ പറയാൻ എപ്പോഴും നമ്മളുടെ എപ്പോഴും ആളുകൾ കാണും. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദാവീദ് 27-ാം സങ്കീർത്തനം എഴുതുന്നതെന്നാണ് പറയപ്പെടുന്നത്. 27-ാം സങ്കീർത്തനം നമ്മൾ 1 തൊട്ട് 27-ൻ്റെ 1 തൊട്ട് 6 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും, യഹോവൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. ഇങ്ങനെ ഞാൻ 4-ാം വാക്യം, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു. അപ്പം ഇങ്ങനെ 6-ാം വാക്യം വരെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഭാഗം പറയുന്നത് അപകടങ്ങളിൽ എത്രമാത്രം വിശ്വസ്തമായ ഒരു സങ്കേതമാണ് ദൈവം എന്നുള്ളതിനെ കുറിച്ചാണ് ദാവീദ് പറയുന്നത്. ദാവീദ് ഒരുപക്ഷെ ഗുഹയ്ക്കുള്ളിലൊക്കെ ഒളിച്ചിരുന്ന് ഇരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയ സങ്കീർത്തനമായിരിക്കാം എന്താ പറയുന്നത്. അപ്പം ഇത്രയധികം പ്രയാസങ്ങൾ, ഇപ്പോൾ ഒരു രാജാവായ അദ്ദേഹം എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് നടന്ന അദ്ദേഹം പെട്ടെന്നൊരു കാലത്ത് ഗുഹയ്ക്കുള്ളിലായിട്ട് പോലും അദ്ദേഹം പറയുന്നത് ദൈവം എത്രമാത്രം വലിയ സങ്കേതമാണെന്നാണ് പറയുന്നത്. എൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 2-ാം വാക്യം എപ്പോഴാണ്, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. അപ്പം ദൈവത്തിലുള്ള ദാവീദിൻ്റെ അചഞ്ചലമായ വിശ്വാസം അവിടെ കാണിക്കുന്നത്. അപ്പം ദാവീദ് എന്തുമാത്രം വലിയ പ്രയാസത്തിലൂടെ ഇപ്പം ദാവീദ് കടന്നു പോയിക്കൊണ്ടിരിക്കും. തന്നെ ഒരാൾ ഒറ്റിക്കൊടുത്തു, അല്ലേ, താൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞു, ദാവീദിനെ ഒറ്റിക്കൊടുത്തു. അതുമല്ല, എല്ലാ സുഖങ്ങളും കളഞ്ഞ് ഇപ്പോൾ ഗുഹയ്ക്കുള്ള താമസം, വിശ്വസിക്കാൻ പറ്റുന്ന ആരും കൂടെയില്ല. അപ്പം ഇതിൻ്റെ ഇടയിലും ദാവീദ് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ദൈവം തനിക്ക് മതിയായവനാണ്. 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പറയും, 4-ാം വാക്യം, ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അപ്പം ദാവീദിന് എല്ലാം നഷ്ടപ്പെട്ടിട്ടും, രാജ്യം നഷ്ടപ്പെട്ടു, വിശ്വസിക്കാൻ പറ്റുന്നവരെ നഷ്ടപ്പെട്ടു, തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാ സുഖ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു, ലോകത്തിൻ്റെതായ എല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ദാവീദ് അന്നേരവും ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ഇതിനു മുൻപ് ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് നല്ലത്. അപ്പം എത്രമാത്രം തീവ്രമായ, അപ്പം ദാവീദിൻ്റെ ആഗ്രഹം രാജ്യം തിരിച്ചു കിട്ടണമെന്നോ തൻ്റെ പ്രശസ്തി തിരിച്ചു കിട്ടണമെന്നോ തൻ്റെ പേര് തിരിച്ചു കിട്ടണമെന്നോ ഒന്നുമല്ല ദാവീദ് ആഗ്രഹിക്കുന്നത്. ദാവീദ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, ദൈവത്തിൻ്റെ സന്നദ്ധി, ദൈവത്തിൻ്റെ തിരുമുൻപിൽ എങ്ങനെ എനിക്ക് ചെല്ലാൻ പറ്റും, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എനിക്ക് എത്ര കാലം പാർക്കാൻ പറ്റും. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം, അതായിരുന്നു ബേസിക്കലി ദാവീദ് 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 7 തൊട്ടുള്ള ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, 7 തൊട്ട് ഏകദേശം 12 വരെയുള്ള ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തകർച്ചയിലുള്ള ദാവീദിൻ്റെ പ്രാർത്ഥന. അപ്പം ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നുണ്ട് ദാവീദ്, എന്നാൽ പോലും ആ തകർച്ചയിലുള്ള ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് ഈ 7 തൊട്ട് ഉള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ 7 തൊട്ട് 10 വരെയുള്ള വാക്യം എടുക്കുകയാണെങ്കിൽ, യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ,
എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം അന്വേഷിക്കുവേൻ എന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. നിൻ്റെ ദാസനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അപ്പം കരുണയ്ക്ക് വേണ്ടിയുള്ള ദാവീദിൻ്റെ പ്രാർത്ഥന എവിടെ? ദാവീദ് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. അന്നേരവും ദാവീദ് ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ രാജ്യം തിരിച്ചു കിട്ടണമെന്നൊന്നുമല്ല. ദാവീദ് ദൈവത്തിൻ്റെ കരുണയാണ് ഏറ്റവും വലുത് എന്ന് ദാവീദ് തിരിച്ചറിയുകയും അങ്ങനെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ കൗമ ചൊല്ലുമ്പോഴും നമ്മൾ പഴയ കൗമയുടെ ഇതനുസരിച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കൃപ ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഇപ്പം അവർ പറയുന്നത് ദൈവത്തിൻ്റെ കൃപയല്ല നമുക്ക് ആവശ്യം, ദൈവത്തിൻ്റെ കരുണയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ തിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഇപ്പം മിക്ക പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തിരുത്തി എഴുതിയിരിക്കുന്നത് ഞങ്ങളോട് കരുണ ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ കരുണയാണ് ആവശ്യം എന്നുള്ള തിരിച്ചറിവ് അത് ദാവീദിനുണ്ടായിരുന്നു. പിന്നെ 11-12 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. യഹോവേ, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയും ദൈവത്തിൻ്റെ കരുണയും എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഈ ലോകത്തിൽ ദാവീദിനുള്ള പ്രശ്നം. ഈ ലോകത്തിൽ ദാവീദിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളാണ്. എവിടെ നോക്കിയാലും ചുറ്റും ശത്രുക്കൾ. അപ്പം ആ ശത്രുക്കൾക്കെതിരായുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ആ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. അപ്പം ദൈവത്തിൻ്റെ കരുണ യാചിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണമെന്നുള്ള ആഗ്രഹം ഇതെല്ലാം പ്രകടിപ്പിച്ചതിന് ശേഷം മാത്രമാണ്, ഏറ്റവും അവസാനമാണ് ദാവീദ് ഒരു ചെറിയ അഭ്യർത്ഥന പോലെ ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്നും അങ്ങനെ വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പിന്നെ ഏറ്റവും അവസാനം 13-14 വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ കഷ്ടം. യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയ്ക്കായി കാത്തിരിക്കുക. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മളൊക്കെ നബിച്ചാൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആദ്യം കുറച്ച് നാളൊന്ന് പോരാടും, പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവമില്ല, ദൈവം ഒന്നും കാണുന്നില്ല, ദൈവം ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പിന്തിരിയുകയാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്നതൊക്കെ വെറുതെയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങൾ. പക്ഷേ ദാവീദ് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നവനാണ്, ദൈവം നമ്മളുടെ കൂടെ എന്നും ഉള്ളവനാണ്, ദൈവം എന്നും നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അപ്പം വിശ്വാസത്തോടെ കാത്തിരിക്കുക. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി മറുപടി നൽകും. ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമുണ്ട്, എൻ്റെ ചെവി ഒരിക്കലും മന്ദമായി പോയിട്ടില്ല, എൻ്റെ കൈകൾ ഒരിക്കലും കുറുകിപ്പോയിട്ടുമില്ല, സഹായിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈകൾ ഒരിക്കലും കുറുകിപ്പോയിട്ടില്ല, നിങ്ങളെ പ്രാർത്ഥന കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ചെവികൾ മന്ദമായി പോയിട്ടുമില്ല. അപ്പം ദൈവത്തിൻ്റെ ഈ വലിയൊരു വാഗ്ദാനം നമ്മളുടെ കൂടെ എപ്പോഴുമുണ്ട്. ഈ വാഗ്ദാനത്തിൽ ദാവീദ് ഉറച്ച് വിശ്വസിച്ചു. ദാവീദ് പരിപൂർണമായിട്ട് വിശ്വസിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നന്മ ചെയ്യുമെന്ന്. അപ്പം ഈ വിശ്വാസത്തിലായിരുന്നു ദാവീദ് മുൻപോട്ട് പോയതും. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു പോരാളിയായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ദാവീദിന് സാധിച്ചു. അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കണം നമുക്കും ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവം ശക്തനാണെന്നും ദൈവം തീർച്ചയായിട്ടും നന്മ ചെയ്യുമെന്നും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയും. അപ്പം നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം തീർച്ചയായിട്ടും നമുക്ക് നന്മ തരും. ഈ വിശ്വാസം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നമ്മളുടെ ഈ ലോക ജീവിതത്തിലും നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മളേവരെയും ദൈവകർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദാവീദ് എങ്ങനെയാണ് മരിച്ചത് അവസാനം?